ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. ഇപ്പം നമ്മുടെ ഒസയോങ് കുടിച്ച് പോലീസ് സ്റ്റേഷനിലാണ്. അവൾ അവളുടെ പുതിയ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം അവന് കൊടുത്ത സാധനങ്ങളൊക്കെ അവൻ്റെ അടുത്ത് തിരിച്ചു തരാൻ പറയുകയാണ്. നിന്റെ ബാഗ് ഞാൻ വാങ്ങി തന്നതാണ്, അത് തിരിച്ചു തരാൻ വേണ്ടി ആ ചെക്കൻ പറയുമ്പോൾ അവൾ ആ ബാഗ് കൊടുക്കാൻ പോകുമ്പോൾ ആ ബാഗ് വെച്ച് അവൻ അടിക്കുന്നു. അങ്ങനെ പോലീസൊക്കെ അവരെ പിടിച്ച് മാറ്റുന്നു. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. വേറെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇവളെ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് വരരുത് എന്നൊക്കെ അവിടുത്തെ പോലീസുകാർ പറയുന്നു. അവൾ അങ്ങനെ ബോധമില്ലാതെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. ഈ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ജവോനും കുടിച്ചു വരുന്നത്. അവൻ അവിടേക്ക് വരുമ്പോൾ പോലീസുകാർ അവനെ സീറ്റിലൊക്കെ എത്തി സംസാരിക്കുന്നു. ആക്ച്വലി ഇത് ആദ്യമായിട്ടൊന്നുമല്ല അവൻ അവിടെ പോകുന്നത്. അവൻ അവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ്. ഇത് 7ാമത്തെ പ്രാവശ്യമാണ് അവൻ അവിടേക്ക് ക്യാമറ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. അവന്റെ പേരും അവന്റെ ജോലിയും യൂസുനേന്റെ പേരും അവരെങ്ങനെ കണ്ടുമുട്ടിയതെന്നും എല്ലാ കാര്യവും അവിടെയുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ പ്രാവശ്യവും കുടിച്ചു ബോധമില്ലാതെ പോകുന്നത് കൊണ്ട് അവൻ അതൊന്നും ഓർമ്മ ഉണ്ടാകില്ല. അവളുടെ പേര് മാത്രം അറിഞ്ഞാൽ ഞങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നൊക്കെ ആ പോലീസ് ഓഫീസർ പറയുമ്പോൾ കുറച്ചു മുൻപ് ഞാൻ അവളെ കണ്ടിരുന്നു, അവൾ ആകെ മാറി, അവൾ ഒന്നും കൂടി വൃത്തിയായി എന്നൊക്കെ ജവോൻ ആ ഓഫീസറോട് പറയുന്നു. ഇവര് 3 പേരോടും ഇവരുടെ റിലേഷൻ എന്താണെന്ന് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഞങ്ങൾ കിൻഡർഗാർട്ടൻ ഫ്രണ്ട്സ് ആണ്, ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്, ഞങ്ങളുടെ സ്റ്റുഡിയോയും ഓഫീസും എല്ലാം ഇവിടെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കറങ്ങാനും പറ്റും എന്നൊക്കെ അവര് പറയുമ്പോൾ ഇവര് കാരണം എനിക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാങ്കോൻ പറയുന്നത് കേട്ട് നിനക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ എന്തിനാ കുറ്റം പറയുന്നേ എന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. ഞാൻ എപ്പോൾ ഡേറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ അവളോട് അതിനുള്ള ആൻസർ പറയും, അതോടെ ആ റിലേഷൻ സ്റ്റോപ്പ് ആകും എന്നും പറഞ്ഞ് 4 വർഷം മുമ്പ് നടന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവനൊരു കോഫി ഷോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് ഒസയോങ് വന്നിട്ട് നിനക്ക് എന്നെയാണോ സുറിനിയെയാണോ ലീനോയെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് നീ എന്നോട് ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ കൂടുതൽ എനിക്ക് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത് എന്ന് കാങ്കോൻ ചോദിക്കുമ്പോൾ അല്ല, ഒരിക്കലും ഗേൾസിനും ബോയ്സിനും ഫ്രണ്ട്സ് ആയി നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് ഇവരിൽ ആരെയാണ് ഇഷ്ടമെന്ന് നീ ഇപ്പൊ പറയണം എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് നിന്നെയാണ് ഇഷ്ടം, എന്റെ ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് അവരെ ഇഷ്ടമാണ് എന്ന് കാങ്കോൻ പറഞ്ഞത് കേട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പോകുന്ന വഴി അവന്റെ ബാഗ് അവൾ വാങ്ങി കൊടുത്തത് കൊണ്ട് അതിലുള്ള സാധനമൊക്കെ അവിടെ വെച്ച് ആ ബാഗും കൊണ്ട് അവൾ പോകുന്നു. എന്ന് വെച്ചാൽ അവർ ബ്രേക്കപ്പായി. ഇതൊക്കെ വിൻഡോയിലൂടെ സുറിനിയും ലീനോയും കാണുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് ഒസയോങ് വരുന്നത്. ഒസയോങ്ങിനെ കണ്ട് അവളിപ്പോ ചീത്ത പറയും എന്ന് പേടിച്ചാണ് അവർ നിൽക്കുന്നത്. ബോയ്സിന് വേണ്ടി ഗേൾസ് അടി ഉണ്ടാക്കുന്നത് നല്ലതല്ല. ഈ ബാഗ് നിന്റെ ബോയ് ഫ്രണ്ടിന് കൊടുത്തോ എന്ന് പറഞ്ഞ് സുറിനിക്ക് ആ ബാഗ് കൊടുത്ത് അവൾ അവിടെ നിന്ന് പോകുന്നു. അവള് വന്ന സ്റ്റൈലും അവള് പറഞ്ഞ സ്റ്റൈലും ഒക്കെ കണ്ട് അവർ 2 പേർക്കും ഒസയോങ്ങിന് ഇഷ്ടമാകുന്നു. ഇപ്പൊ അവർ ഇന്റർവ്യൂല് പറയാണ്, ഞങ്ങൾ കാരണമൊന്നുമല്ല ഇവൻ ബ്രേക്കപ്പ് ആവുന്നത്, ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇവന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇവനിട്ട് പോകുന്നത് എന്നൊക്കെ അവർ പറഞ്ഞത് കേട്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ ഗേൾ ഫ്രണ്ട്സ് എന്തിനാ ഇവര് കാരണം എന്നെ ഇട്ട് പോകുന്നത് എന്നാണ്. ഇവരെ ഞാൻ എന്തിനു ഇഷ്ടപ്പെടണം, ഇവരെ ഗേൾസ് ആയിട്ട് തന്നെ ഞാൻ കൂട്ടുന്നില്ല എന്നൊക്കെ കാങ്കോൻ പറയുന്നത് കേട്ട് പിന്നെ ഞങ്ങൾ എന്താ ബോയ്സ് ആണോ, നീ ബോയ് ആണെന്ന് ഞാൻ അറിഞ്ഞത് നീ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, നീ നിന്റെ സിസ്റ്ററിന്റെ ഡ്രസ്സ് ഇട്ടായിരുന്നില്ലേ കിൻഡർ ഗാർഡനിലേക്ക് വരിക എന്നൊക്കെ റിനിയ പറയുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി അവിടെ ഇരുന്ന് അവനെ കളിയാക്കുന്നു. അവിടേക്ക് ക്യൂജിൻ അവർക്ക് ഫുഡൊക്കെ ആയിട്ട് വരുന്നു. അവർ ഫുഡൊക്കെ എടുത്തു വെക്കുമ്പോൾ അവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അത് കേട്ട് അവർ 2 പേര് ഡാൻസ് കളിക്കുമ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് ഇവര് റൊമാൻറ്റിക് ആയി തോന്നാത്തത്, എനിക്ക് സെക്സി ഗേൾസിനാണ് ഇഷ്ടം എന്ന് കാങ്കോൻ പറഞ്ഞത് കേട്ട് അവന്റെ അടുത്ത് പോയി ഡാൻസ് കളിക്കുന്നു. ക്യൂജിനും അവിടേക്ക് വന്ന് അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നു. പിന്നീട് കാങ്കോനും അവരുടെ കൂടെ കൂടി അവർ 4 പേര് ഡാൻസ് കളിക്കുമ്പോഴാണ് ക്യൂജിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു കോള്. അങ്ങനെ അവൻ സ്റ്റേഷനിൽ പോയി ജോനെയും കൂട്ടി വരുന്നു. സയോന അവന്റെ ക്യാമറ മോഷ്ടിച്ച് കൊണ്ടുപോയതാണെന്ന് ഇപ്പൊ ക്യൂജിൻ അറിഞ്ഞു. ക്യൂജിന്റെ ഫോണിലേക്ക് റിനിയുടെ കോൾ വരുമ്പോൾ അവളോട് ഈ കാര്യം ഒന്നും പറയരുത് എന്ന് ജവൻ പറയുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്ത പാടെ അവൻ പറയുന്നത് സയോനയ്ക്ക് ക്യാമറ കൊടുത്തതല്ല, അവൾ മോഷ്ടിച്ചതാണെന്നാണ്. ആ ക്യാമറയ്ക്ക് ഒരു 30 ബില്യണെങ്കിലും വരും, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. അവരങ്ങനെ ഓഫീസിലെത്തുമ്പോൾ അവന്റെ ഡ്രോയറിൽ നിന്ന് ഡ്രിങ്ക്സിന്റെ ബോട്ടിലൊക്കെ ക്യൂജിൻ എടുത്തു കൊണ്ടുപോകുന്നു. അവരന്നുണ്ടാക്കിയ സർഫിംഗ് ബോർഡ് ഇപ്പോഴും ലിയുനോന്റെ കയ്യിലുണ്ട്. അവളുടെ കയ്യിൽ മാത്രമല്ല അവന്റെ കയ്യിൽ സർഫിംഗ് ബോർഡ് ഉണ്ട്. അവൻ ആ സർഫിംഗ് ബോർഡ് കളയാൻ വേണ്ടി അതും എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ അവരെങ്ങനെയാണ് സർഫിംഗ് ബോർഡ് ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. 2 പേരും കൂടി നല്ല ഹാപ്പി ആയിട്ടാണ് ആ സർഫിംഗ് ബോർഡിൽ ഫുൾ പെയിന്റ് ഒക്കെ ചെയ്യുന്നത്. അവർ 2 പേരും ഇപ്പൊ ആ സർഫിംഗ് ബോർഡ് കളയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ എന്തായാലും ഇത് കളയാൻ പോവുകയല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ എടുത്തോളാം എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുമ്പോൾ അവൾ അവർക്ക് കൊടുക്കുന്നു. കൊടുക്കാൻ മനസ്സ് വരാതെ ആ ബോർഡ് അവൾ പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കളയാൻ പോവുകയല്ലേ എന്ന് ആ സ്റ്റാഫ് ചോദിക്കുന്നത് കേട്ട് അവൾ അത് അയാൾക്ക് തന്നെ കൊടുക്കുന്നു. അവിടുന്ന് വരുന്ന വഴി മഴ പെയ്ത് അവർ 2 പേരും കയറി നിൽക്കുന്നു. മഴ പെയ്യുന്നത് കണ്ട് പണ്ട് അവർ മഴയത്ത് കളിച്ചതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നു. ജവോനെ നോക്കുമ്പോൾ ജവോൻ സർഫിംഗ് ബോർഡ് കൊടുത്തിട്ടില്ലായിരുന്നു. അവൻ ആ സർഫിംഗ് ബോർഡുമായിട്ട് ഓഫീസിലേക്ക് കയറി വരുന്നത് കണ്ട് അവനെ മൈൻഡ് ചെയ്യണ്ട,
അവനെ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് പോയതാണ്. അതിനുശേഷം അവൻ കുറച്ച് ക്രേസി ആണെന്ന് ക്യൂജിൻ അവരുടെ സ്റ്റാഫിനോട് പറയുന്നു. പെട്ടെന്നാണ് അവൻ ഓർമ്മ വരുന്നത് അവന്റെ കാറിൽ ഡാഷ് ക്യാമിൽ അവളുടെ ഫേസ് ഉണ്ടാകുമെന്ന്. അങ്ങനെ ക്യൂജിനെയും കൂട്ടി അവൻ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നോ പാർക്കിംഗ് സോണിൽ കാർ പാർക്ക് ചെയ്തത് കൊണ്ട് അവന്റെ കാർ പോലീസ് എടുത്തു കൊണ്ടുപോയിരുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും അവനെ കാർ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ക്യൂജിൻ റിനിയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. നിനക്ക് ഞാൻ അവളുടെ ഫേസ് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് അവളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനായിരുന്നു. പക്ഷെ അവർക്ക് അവളെ കുറിച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്റെ കാറിൽ ഡാഷ് ക്യാമിൽ ഉണ്ടാവും അവളുടെ ഫേസ് എന്ന് പറഞ്ഞ് അവൻ ഡാഷ് ക്യാം ചെക്ക് ചെയ്യാൻ പോകുന്നു. അവന്റെ കാറ് അവിടെ പാർക്ക് ചെയ്തത് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തത് വേറെ ആരുമല്ല, ലീനോ ആണ്. അവൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും ശ്രദ്ധിച്ചു കൊണ്ടുപോകാനൊക്കെ അവൾ പറയുന്നുണ്ട്. ജോൻ അങ്ങനെ ഡാഷ് ക്യാം നോക്കുമ്പോഴാണ് അറിയുന്നത് 2 ദിവസം മുൻപേ ക്യൂജിൻ അവന്റെ കാറിലെ ഡാഷ് ക്യാമിലെ മെമ്മറി കാർഡ് ഒരു എവിഡൻസിനായിട്ട് കൊടുത്തിരുന്നു എന്ന്. അവരങ്ങനെ അവിടെ നിന്ന് പോകുന്ന വഴി എന്തിനാ എന്നോട് ചോദിക്കാതെ എന്റെ മെമ്മറി കാർഡ് കൊടുത്തത് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല വഴക്കാവും. അങ്ങനെ ജവോൻ ദേഷ്യം പിടിച്ച് വഴിയിൽ ക്യൂജിനെ ഇറക്കി വിടുന്നു. ക്യൂജിൻ ആണെങ്കിൽ ഇറങ്ങുന്നതിന്റെ കൂടെ അവന്റെ കാറിന്റെ കീയും എടുത്ത് അതിലൂടെ നടന്നു വരുന്ന 2 കുട്ടികൾക്ക് കൊടുക്കുന്നു. അവസാനം കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ പൈസയൊക്കെ കൊടുത്തിട്ടാണ് അവൻ ആ കീ തിരിച്ചു കിട്ടിയത്. ഇപ്പൊ അവനോട് ഇന്റർവ്യൂ എടുക്കുന്നവർ ചോദിക്കുകയാണ്, അവളെ കണ്ടുപിടിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് യൂസിനെയും ചോദിക്കുന്നത്. അവനോട് ഞാൻ ഇനി എന്നെ കാണരുത് എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അവൻ എന്നെ അന്വേഷിക്കുന്നത്? അവന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉള്ളത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അവൾ പറയുമ്പോൾ പെട്ടെന്നൊന്നും പറയാതെ ബ്രേക്കപ്പ് ആയി ഇങ്ങനെ വാനിഷ് ആയി പോയാൽ പിന്നെ ഞാൻ അന്വേഷിക്കണ്ടേ? അതും എന്റെ ക്യാമറയായിട്ടല്ല അവൾ പോയത്, അവളൊരു കള്ളിയാണ് എന്നൊക്കെയാണ് ജവാൻ പറയുന്നത്. ക്യാമറയ്ക്ക് വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും ആ ക്യാമറ നിനക്ക് തരാൻ പോകുന്നില്ല എന്ന് യൂസന് പറയും. ഇപ്പൊ അവനോട് ഇന്റർവ്യൂ ചെയ്യുന്നവർ ഒരു വീഡിയോ നോട്ട് കൂടി അവൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി അയക്കാൻ പറയുന്നു. നീ ഇത് കേൾക്കുന്നുണ്ടോ? നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കുകയാണ്, ഞാൻ എല്ലാ സ്ഥലത്തും നിന്നെ കാണുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ നിന്റെ ക്യാമറ മോഷ്ടിച്ചു പോയ ആളല്ലേ ഞാൻ, പിന്നെ എന്തിനാ നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, അത് 2 മാസം മാത്രം. നീ ഒരു സാധാരണ ആളാണ് എന്നും പറഞ്ഞ് അവൾ പോകുന്നു. എന്നെ പോലെ ഒരാളെ എന്തിനാ അവൾ ഉപേക്ഷിച്ചു പോയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഗൈസ്, ഞാൻ കൂളാണ്, ജെന്റിലാണ്, അട്രാക്റ്റീവ് ആണ് എന്നൊക്കെ ജോൻ ക്യാമറ നോക്കി പറയുന്നു. ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നേ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടക്കുന്നു. ഇപ്പൊ ഒസയോങ് പറയാണ്, ഡേറ്റ് ചെയ്യുമ്പം എല്ലാവരും വേറെ ആയിരിക്കും, ഞാനും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നും പറഞ്ഞ് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഷർട്ടും ഷൂസും എല്ലാം കളയാൻ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കുമ്പോൾ അത് ലീനോയുടെ ബിസിനസിന്റെ ആഡ് ആയിരിക്കും. ആഡ് ചെയ്യുന്നതോ നമ്മുടെ കാങ്ക്വാനോ. ഇവരുടെ കമ്പനിയുടെ ഇൻസ്റ്റാ ഐഡി എനിക്ക് ഇവിടെ അടുത്താണ് കിട്ടിയത്. ഞാൻ അന്ന് മുതൽ ഇതിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അവരെ എന്നാണ് ഒഫീഷ്യൽ ഡേറ്റ് ചെയ്യുന്നത് എന്ന് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. റിനിയും കാങ്കോന്റെ ഫ്രണ്ടാണ്, പക്ഷെ അവള് കുഴപ്പമില്ല. അവള് കുറെ കാലമായിട്ട് ഒരു ചെക്കനെ തന്നെ ഡേറ്റ് ചെയ്ത് നടക്കുകയാണ്. പക്ഷെ ലീനോ അവളെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഒസയോങ് പറയാണ്. അവരെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ ടോപ്പിക്ക് ജവാൻ പോലീസ് സ്റ്റേഷനിൽ പോയതാകുന്നു. ഇത് 7ാമത്തെ പ്രാവശ്യമാണ് അവൻ അവിടെ പോകുന്നത്. അവനെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ പാവം തോന്നുന്നു എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് ലീനോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് പോലീസ് വരുന്നത്. അവരുടെ ഏരിയയിൽ കുറെ മോഷണം നടക്കുന്നുണ്ട്, ഇവരുടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് പോലീസ് വന്നത്. പക്ഷെ പോലീസ് വന്നത് അറിഞ്ഞപ്പോൾ തന്നെ ലീനോ റൂമിൽ കയറി ഡോർ അടിച്ചിരുന്നു. ജവോൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിക്കാനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ അവന്റെ ഫ്രണ്ട് ആയിരിക്കും. ഫ്രണ്ടിനോട് കാര്യമൊക്കെ പറയാൻ മടിച്ച് ക്യൂജിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. ഒരാളെ കാണുന്നത് പോലെ തോന്നുന്നത് ഹാലൂസിനേഷൻ ആയിരിക്കോ എന്ന് അവൻ ചോദിക്കുമ്പോൾ 1 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹാലൂസിനേഷൻ ആയിരിക്കും, 2 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് വേണം എന്ന് അവന്റെ ഫ്രണ്ട് പറയുന്നു. ഒരു ദിവസം അവൻ ഡ്രിങ്ക്സ് അടിച്ച് ബോധമില്ലാതെ ഇരിക്കുമ്പോൾ അവൻ അവിടെ ലീനോയെ കണ്ടിരുന്നു. അത് സ്വപ്നമാണ് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അന്ന് സ്നോ ഉള്ള ദിവസമായിരുന്നു. അന്ന് എനിക്ക് അവൻ ഒരുപാട് മിസ് ചെയ്തു. ആ ദിവസം എനിക്ക് അവനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അവനെ കണ്ടിരുന്നു. അങ്ങനെ അവൾ അവനെ ഫോളോ ചെയ്തു പോയി. അവൻ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ അവൾ പുറത്തു നിന്ന് അവനെ നോക്കി നിന്നു. അവൻ അങ്ങനെ ബോധം പോയി അവിടെ കിടന്നപ്പോൾ അവൾ അവന്റെ അടുത്ത് പോയിരുന്ന് ഒരുപാട് കരഞ്ഞു. അവൻ എഴുന്നേൽക്കുമ്പോൾ അവളെ മുന്നിൽ കണ്ടേ ഇത് സ്വപ്നമായിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇത് സ്വപ്നമാണ് എന്ന് അവൾ അവനോട് പറയുന്നു. ഇന്ന് നമ്മൾ ആ റിവറിന്റെ അടുത്ത് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ അവിടേക്ക് പോയത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് 20ാമത്തെ ദിവസമാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം നീ മറന്നിട്ടുണ്ടെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാ സാറ്റർഡേയും അവിടേക്ക് പോകും എന്നൊക്കെ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒരുപാട് കരയുന്നു. നീ എന്താ എന്നെ മറക്കാത്തത് എന്ന് അവൾ ചോദിക്കുന്നത് കേട്ട് ഞാനെങ്ങനെയാ നിന്നെ മറക്കുക, നമ്മൾ കല്യാണം കഴിച്ചതല്ലേ എന്ന് അവൻ പറയുമ്പോൾ അതൊരു തമാശക്കല്ലായിരുന്നോ എന്ന് ലീനോ അവനോട് ചോദിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ടാണ് എടുത്തത്, ഞാൻ എൻ്റെ റിങ് വരെ ഇതുവരെ ഊരിയില്ല എന്നും പറഞ്ഞ് അവൻ അവൾക്ക് റിങ് കാണിച്ചു കൊടുക്കുന്നു.
റാറായും ബിന്നും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയെന്ന് നിനക്കറിയുമോ? നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവർക്ക് ഞാൻ എത്ര മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് നിനക്കറിയുമോ എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൾ സോറി പറഞ്ഞ് അതൊക്കെ അവളുടെ തെറ്റാണെന്ന് പറയുന്നു. നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്, നീ ഹാപ്പിയാണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവള് ഹാപ്പിയാണ് എന്ന് പറഞ്ഞത് കേട്ട് അവനത് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്കറിയോ, ഓരോ ദിവസം കൂടുമ്പോഴും ഞാൻ ഉള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. നീ അന്ന് എന്തിനാ എന്നോട് 1 മാസം കൂടി ലീവ് ചോദിക്കാൻ പറഞ്ഞത്? നമ്മൾ എന്തിനാ അന്ന് 2 മാസം ഒരുമിച്ച് ജീവിച്ചത്? ഞാൻ നിന്നോട് സിയോളിൽ വന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാ സമ്മതിച്ചത്? അന്ന് നീ എന്തിനാ എന്നെ കോൾ ചെയ്തത്? അതിനൊക്കെ പുറമെ എന്തിനാ നമ്മൾ അന്ന് കല്യാണം കഴിച്ചത്? അതൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത് എന്നൊക്കെ പറയുന്നു. നീ ഇനിയും എൻ്റെ അടുത്തുനിന്ന് പോകില്ലേ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവളോട് അവൻ്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പറയുന്നു. അവൾ അവന്റെ ഷോൾഡറിൽ ചാരിക്കിടന്ന് അവർ രണ്ടുപേരും അവിടുന്ന് ഒരുപാട് കരയുന്നു. ഇതൊക്കെ അവന്റെ സ്വപ്നത്തിൽ നടന്നതെന്നാണ് ജവോൻ വിചാരിച്ചിരിക്കുന്നത്. ലീനോ അവന്റെ ക്യാമറ ഒരു ബോക്സിലിട്ട് അവന് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് അഥവാ ഇത് ക്യുജിൻ ആണെങ്കിലോ ഓപ്പൺ ചെയ്യുന്നത് എന്ന്. അങ്ങനെ അവൾ അത് മെയിൽ അയക്കാതെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവള് പുറത്തു നിന്ന് ഞാനാണ് ആ ക്യാമറ മോഷ്ടിച്ച ആള് എന്ന് പുറത്തു നിന്ന് അവൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് അകത്തേക്ക് കയറാൻ പേടിയാകുന്നു. ഇപ്പൊ ജോൻ അവരെ മീറ്റ് ചെയ്യാൻ നിന്ന് ആ റിവറിന്റെ അവിടെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെന്റെ ലാസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ അവളെ വെയിറ്റ് ചെയ്യുന്നത്, ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല, അതിനു വേണ്ടിയാണ് ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയത് എന്നും പറഞ്ഞ് അവൻ അവന്റെ കയ്യിലെ റിങ് ഊരി അത് എറിയാൻ നോക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് യൂസർ നിൽക്കുന്നത് കാണുന്നത്. അവനെ കണ്ടപാടെ അവൾ തിരിഞ്ഞു നിൽക്കുന്നു. അവൻ അങ്ങനെ അവളുടെ അടുത്തേക്ക് ഓടുമ്പോൾ അവളും ഓടുന്നു. ആ വഴി പോലീസ് വരുന്നത് കണ്ട് കള്ളനതാ പോകുന്നു, കള്ളനെ പിടിക്കി എന്നും ജവോൻ അവരോട് പറയുന്നു. അങ്ങനെ ഇപ്പോ അവളുടെ പുറകെ പോലീസുകാരും കൂടി ഓടുന്നുണ്ട്. ഓടുന്നതിനിടയ്ക്ക് ഒരാളെ തട്ടി അവൾ അവിടെ വീഴുന്നു. ആ സമയത്തും നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നീ എന്തിനാ ഓടിയത് എന്നൊക്കെയാണ് ജവോൻ അവളോട് ചോദിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ മോഷണം പോയ ക്യാമറ എന്നും പറഞ്ഞ് അവർ ആ ക്യാമറ എടുത്ത് ക്യാമറ മോഷ്ടിച്ചതിന്റെ പേരിൽ ലീനോയെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട ജവൻ പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ അവരെ പേടിപ്പിക്കുകയല്ലേ? അവന്റെ കയ്യിലും അവൻ വിലങ്ങ് വെച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായാലും വരികയാണ് എന്ന് പറയുന്നു. 3 ദിവസം മുന്നേ അവരോട് നിറയത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ നിങ്ങളുടെ എക്സിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന്. ഞാൻ അവളെ കാണുകയാണെങ്കിൽ അവളുമായിട്ടൊരു ടീ കുടിക്കും, എന്നിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും മറക്കും എന്ന് കാങ്കുൻ പറയും. അവളെ കൂട്ടി ഒരു ടീ കുടിക്കും. ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും അവിടെ നെഗറ്റീവ് ആയിരിക്കില്ലേ, എങ്ങനെയാ നമ്മൾ അവരെ മറക്കുക എന്നൊക്കെ ജവൻ പറയും. ഞാൻ എപ്പോഴും ബ്രേക്കപ്പ് ആകുമ്പോൾ എൻ്റെ എക്സിനോട് റൂഡായിട്ടാണ് പെരുമാറുക, അതുകൊണ്ട് എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഉണ്ടാവാറില്ല എന്നായിരിക്കും ഒസയും പറയുക. ക്യുജിനെ ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 1 വർഷം ഞാൻ വേറൊരു ചെക്കനെ ഡേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും എനിക്ക് ഇപ്പോഴും ആ ചെക്കനെ കാണുമ്പോൾ ദേഷ്യമാണ്. അവൾ അന്ന് ചെയ്തത് എന്താന്ന് വെച്ചാൽ അവൾ നേരെ ആ ചെക്കനും അവന്റെ ഗേൾ ഫ്രണ്ട് ഇരിക്കുമ്പോൾ അവിടേക്ക് പോയി, നിനക്ക് പുതിയ ഗേൾ ഫ്രണ്ട് ആയില്ലേ, എന്നെ ബ്രേക്കപ്പ് ചെയ്യണോ അവളെ ബ്രേക്കപ്പ് ചെയ്യണോ എന്ന് നിന്നെ ഇപ്പൊ തീരുമാനിക്കണം, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട അവന്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നീ ഒരേ സമയം 2 പേര് ഡേറ്റ് ചെയ്യുകയാണല്ലേ എന്ന് പറഞ്ഞ് അവൻ അടിക്കുന്നു. അതെന്റെ എക്സ് ആണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ആ പെണ്ണ് അത് കേൾക്കുന്നില്ല. ആ ചെക്കൻ വന്ന് നീ ഇതൊക്കെ എന്തിനാ ചെയ്തത് എന്ന് റിനിയോട് ചോദിക്കുമ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആയ സമയത്ത് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ, നിനക്കതിന് ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ട് നീ എന്നെ അവോയ്ഡ് ചെയ്തു. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ നീ വരാതായപ്പോൾ ഞാൻ തന്നെയാണ് ബ്രേക്കപ്പ് ചെയ്തത്, അതിന് പ്രതികാരം വീട്ടാനാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് റിനി അവിടുന്ന് പോകുന്നു. അങ്ങനെ ചെയ്തപ്പോൾ റിനി നല്ല ഹാപ്പിയാണ്. ഒസയോങ് അവളുടെ എക്സിനെ കണ്ടുമുട്ടിയത് ഒരു ഡ്രമാറ്റിക് രീതിയിലാണ്. അവളുടെ ഒരു സ്റ്റുഡന്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ആ ചെക്കനെ ഓടിച്ചിട്ട് പിടിക്കുമ്പോഴാണ് അവള് കാങ്കുനെ കണ്ടുമുട്ടുന്നത്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുതെന്ന്, ഇനി നീ ഇറങ്ങിപ്പോയാൽ നിന്നെ ഞാൻ കോച്ചിങ് സെന്ററിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ചെക്കനെ ചീത്ത പറഞ്ഞ് അവന്റെ വീട്ടുകാരോട് സോറി ചോദിപ്പിക്കുന്നു. അവരങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കാനൊക്കെ പോകുന്നു. ഞങ്ങൾ ആ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായപ്പോൾ ഉള്ള ഫൺ മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയ റീസണും എനിക്ക് ഓർമ്മ വന്നു. അവൾ അന്ന് അവനോട് നീ ഇപ്പോഴും ലിയോനോന്റെ കൂടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അവരുടെ സ്റ്റുഡിയോ റെന്റിനെടുത്തതാണ് എന്ന് അവൻ പറഞ്ഞത് കേട്ട് ഇപ്പൊ നമ്മൾ ഒരുമിച്ചല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് എന്നോട് എന്തും തുറന്നു പറയാം, നിനക്ക് ലീനോയോടാണോ സുറിനിയോടാണോ ഇഷ്ടം എന്ന് അവൾ ചോദിക്കുന്നത് കേട്ട് നീ വീണ്ടും തുടങ്ങുകയാണോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവളുടെ പേഴ്സ് കണ്ട്, ഈ പേഴ്സ് ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നതല്ലേ, അന്ന് നീ സ്ട്രീറ്റിൽ നിന്ന് ബാഗ് വെച്ച് എന്നെ അടിച്ചപ്പോൾ എനിക്ക് എത്ര വേദനിച്ചെന്ന് നിനക്ക് അറിയുമോ? ഇതൊക്കെ കാങ്കോൻ പറയുമ്പോഴും അവൾ ചോദിക്കുന്നത് നിനക്ക് റിനിയെയാണോ ലിയോനോയാണോ ഇഷ്ടമെന്നാണ്. അവരങ്ങനെ പരസ്പരം സെയിം ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നിന്ന് ലാസ്റ്റ് അവർ 2 പേരെയും ബാറിൽ നിന്ന് പുറത്താക്കും. ഞാൻ ഇനി ലിയോനോയെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്യും. അവൾ എന്നോട് അങ്ങനെ ചെയ്തതിന് അവൾക്ക് അവളുടേതായ കാരണങ്ങൾ ഉണ്ടാകും. അവളെ കണ്ടുമുട്ടിയാൽ അവളോട് ഞാൻ ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല, അവൾ എങ്ങനെയാണോ അവൾ ആരാണോ അതുപോലെ ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്യും. ജവോൻ ആ ഗേളിനെ അക്സെപ്റ്റ് ചെയ്താൽ
പിന്നീട് ഞാൻ അവനെ മിണ്ടില്ല എന്ന് ക്യുജിൻ പറയും. അവളൊരു നൈസ് ഗേൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവൾക്ക് പേടിയാവാതിരിക്കാൻ അവൻ അവളുടെ കൈയൊക്കെ പിടിക്കുന്നു. ക്യാമറയൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അവളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ, കേസ് രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ എന്തിനാ, എനിക്ക് ഇവളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത്, അല്ലാതെ ക്യാമറ എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവർക്ക് വേറെ വഴിയില്ല. അവളുടെ പേര് അവരെ യൂസന എന്ന പേരാണ് എൻ്റർ ചെയ്യുന്നത്. അവളുടെ അഡ്രസ്സ് എന്താ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവന്റെ മുമ്പിൽ അവളുടെ ശരിയായ ഐഡന്റിറ്റി പുറത്തു വരും എന്ന് മനസ്സിലാക്കിയപ്പോ, നിങ്ങൾ എന്തിനാ എന്നെ കള്ളൻ എന്ന് പറയുന്നത്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ, ഈ ക്യാമറ എനിക്ക് അവൻ തന്നതാണ് എന്നൊക്കെ അവൾ പറയുന്നു. പെട്ടെന്ന് അവൾ അത് പറയുമ്പോൾ, ഞാൻ എപ്പോഴാണ് നിനക്ക് ക്യാമറ തന്നത്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്, നീ എനിക്ക് വോയിസ് മെയിൽ അയച്ചത് ഞാൻ ഇവിടെ പറയണോ എന്നൊക്കെ ഒന്നും മനസ്സിലാവാതെ അവൻ പറയുന്നുണ്ട്. പിന്നീട് ആ പോലീസ് ഓഫീസർ, നിങ്ങളാണോ ആ ക്യാമറ അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാനാണ് ആ ക്യാമറ കൊടുത്തത് എന്ന് പറയുന്നു. അവളുടെ വിലങ്ങൊക്കെ അവർ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അവളുടെ ID കാർഡൊക്കെ ചോദിക്കുന്നു. വേറെ വഴിയില്ലാതെ അവൾ അങ്ങനെ ID കാർഡ് എടുത്തു കൊടുക്കുമ്പോൾ ജോൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ആദ്യം ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു. അതിൽ അവളുടെ പേര് ലിയനോ എന്ന് കണ്ട് എന്താ ഇവിടെ നടക്കുന്നത്, അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് അവൻ അവളോട് ഒച്ചയിട്ടും കൊണ്ട് നിൽക്കുമ്പോൾ എന്തിനാ അവൻ ദേഷ്യം പിടിക്കുന്നത് എന്ന് മനസ്സിലാവാത്ത പോലീസ് ഓഫീസർ, എന്താ അവൾ ആണാണോ എന്ന് പരസ്പരം അവർ പറയുന്നു. നീ എന്തിനാ കള്ളം പറഞ്ഞത്, ശരിക്കുള്ള യൂസന ആരാ, നീ തന്നെയാണോ, പിന്നെ നീ എന്തിനാ എന്നോട് പേര് മാറ്റി പറഞ്ഞത്, യൂസന എന്ന പേരിൽ നിന്നെ ഞാൻ എത്രത്തോളം തെരഞ്ഞു എന്നറിയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇത്ര കാലം അവൾ പറഞ്ഞ കള്ളത്തിലാണ് ജീവിച്ചത് എന്നൊക്കെ ഓർത്ത് അവന് നല്ല ദേഷ്യം വരുന്നു. സത്യമൊക്കെ അവൻ അറിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ലാതെ അവൾ ആകെ സ്റ്റക്കായി നിൽക്കുന്നു. എന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞില്ലേ, എനിക്കിനി പോയിക്കൂടെ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അവൾ അവനെ തെരഞ്ഞ് അവിടെയൊക്കെ ഓടുന്നു. അവൻ കാർ എടുത്തു പോകുമ്പോൾ അവളെ കാണുന്നുണ്ടെങ്കിലും കാറൊന്നും നിർത്താതെ അവൻ പോകുന്നു. ഇപ്പൊ അവന്റെ കണ്ണില് അവളോടുള്ള സ്നേഹമൊക്കെ മാറി അവളോടുള്ള ദേഷ്യമാണ്. അവൾ അങ്ങനെ കാറിന് പുറകെ ഓടുമ്പോൾ ഒരു ബൈക്ക് വന്ന് അവളെ ഇടിച്ച് അവൾ വീഴുന്നത് കണ്ട് അവൻ അങ്ങനെ കാറ് നിർത്തി അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൾ അവനോട് സോറിയൊക്കെ പറയാൻ വരുമ്പോൾ അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അങ്ങനെ അവൾ ക്യാമറ തിരിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പൊ നീ എന്തിനാ ഈ ക്യാമറ തരുന്നത്, ഞാൻ നിനക്ക് തന്നു എന്നായിരുന്നില്ല നീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്, പിന്നെന്തിനാ എനിക്ക് തിരിച്ചു തരുന്നത്, നിന്റെ പേര് എന്താ എന്ന് വരെ എനിക്ക് അറിഞ്ഞൂടാ, ഇനി എനിക്ക് അതറിയാനും ആഗ്രഹമില്ല, തുടക്കം മുതലേ നീ എന്നോട് കള്ളമല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുമ്പോൾ അവൾ വീണ്ടും ക്യാമറ കൊടുക്കുന്നു. അവൾ കയ്യിൽ നിന്നും ആ ക്യാമറ വാങ്ങി നിലത്തെറിഞ്ഞ്, ഈ ക്യാമറ കാണുമ്പോൾ എനിക്ക് എപ്പോൾ നിന്നെയാണ് ഓർമ്മ വരിക, ഇനി എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞ് അവൻ പോകുമ്പോൾ അവൾ പുറകെ വരുന്നു. സ്റ്റേഷനിൽ വെച്ച് നിന്റെ കയ്യിൽ റിംഗ് ഇല്ലാത്തത് ഞാൻ കണ്ടു, ഒരിക്കലും കയ്യിൽ നിന്ന് ഊരരുത് എന്ന് നമ്മൾ തീരുമാനിച്ചത് കൊണ്ട് ഞാൻ ഇത്രയും കാലം ഈ റിംഗ് എന്റെ കയ്യിലിട്ടു, ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ റിംഗ് ഊരി അവിടെയുള്ള പുഴയിലേക്ക് എറിയുന്നു. അവനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ അറിയുന്ന യൂസനായിട്ട് ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം, പക്ഷേ എന്റെ സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഓർത്ത് അവൾ അവിടെ നിൽക്കുന്നു. ഇപ്പൊ ജോൻ അവന്റെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവന്റെ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുപോവുകയാണ് എന്ന് ക്യുജിൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഡ്രിങ്ക്സ് കുടിക്കുന്നതൊക്കെ നിർത്തി അവളെ മറക്കാനാണ് അവൻ അതിൽ എഴുതി വെച്ചിരുന്നത്. ആ ഡ്രിങ്ക്സിന്റെ ബോട്ടിലൊക്കെ കൊണ്ട് ക്യുജിൻ വരുന്നത് റിനിയുടെയും കാങ്കുവിന്റെ അടുത്തേക്കാണ്. ജോൻ അങ്ങനെ വീട്ടിലിരുന്ന് അവരുടെ പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് ഞാൻ ആരായിരുന്നു ഡേറ്റ് ചെയ്തിരുന്നത്, ആ സ്ട്രേഞ്ച് ഗേൾ ആരായിരുന്നോ എന്നൊക്കെ സങ്കടത്തോടെ ആലോചിച്ച് അവിടെ ഇരിക്കുന്നു. ആ പോലീസ് ഓഫീസേഴ്സ് നടന്നു വരുമ്പോൾ അവർ പരസ്പരം പറയാണ്, ജോൻ ശരിക്കും ഷോക്ക് ആയിട്ടുണ്ടാവുമല്ലേ, പക്ഷെ അവൾ കള്ളം പറഞ്ഞതിന് ചിലപ്പം അവൾക്ക് അവളുടേതായ റീസൺ ഉണ്ടാകും, അവളെ കണ്ടിട്ട് ഒരു മോഷ്ടിക്കുന്ന ആളായിട്ടും ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നടക്കുമ്പോഴാണ് അത് യൂസനയല്ലേ എന്ന് പറഞ്ഞ് അവർ നോക്കുന്നത്. അവള് തലയിൽ ടോർച്ചൊക്കെ വെച്ച് ആ റിവറിൽ അവൻ എറിഞ്ഞ റിങ് തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് അവൾ അവളുടെ റിങ് ശരിക്കും അഴിച്ചിട്ടില്ലായിരുന്നു. അവൾ അത് കയ്യിലിട്ടിട്ടില്ലെങ്കിലും അവളൊരു മാലയായിട്ട് അത് എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ തിരഞ്ഞതിനു ശേഷം അവൾക്ക് ആ റിങ് കിട്ടുമ്പോൾ അവൾ വളരെ ഹാപ്പിയായി തുള്ളിച്ചാടും. ജോൻ അവളെ മറന്നിട്ടൊന്നുമില്ല. അവള് പോയതിനു ശേഷം അവൻ ആ റിങ് തിരയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ അങ്ങനെ റിങ് തിരയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുക എന്ന് കാണാൻ വേണ്ടി അടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.